ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള ആ ഒരു പേടിയിൽ, ആ ഒരു വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും സ്വത്തുക്കളെല്ലാം പൂജയും സുമിത്രയും കൊണ്ടുപോകുമെന്നുള്ള കാര്യം അവർക്ക് ഏകദേശമൊക്കെ ഉറപ്പായി. അപ്പോൾ പൂജയ്ക്ക് 25 വയസ്സാകുമ്പോൾ അറിയിക്കേണ്ടവർ തന്നെ പൂജയെ കാര്യങ്ങളൊക്കെ അറിയിക്കുമെന്ന് അറിഞ്ഞതോടുകൂടി രഞ്ജിതയ്ക്ക് ഇച്ചിരി കൂടി ആ നെഞ്ചിടിപ്പ് കൂടി. അങ്ങനെ വക്കീൽ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താണ് അടുത്ത നീക്കം എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ വഴിയേ പറയാം, ഇപ്പം തൽക്കാലം ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ രഞ്ജിത പറയുക. ആ ഒരു സംസാരത്തിനൊടുവിൽ വക്കീൽ അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ആലോചനയാണ് എങ്ങനെയാണ് ഈ സ്വത്തുക്കളൊക്കെ തൻ്റെ കൈപ്പിടിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക, അതിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ആ ഒരു അതിന് രഞ്ജിതയുടെ മനസ്സിലുള്ളത് ഏക വഴി മാത്രമാണ്, മകൻ പങ്കജിനെ കൊണ്ട് പൂജയെ വിവാഹം കഴിപ്പിക്കുക, എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള വിവാഹം നടത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കാം ഇനിയൊരു പക്ഷേ രഞ്ജിത തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഇങ്ങനെ 1 by 1 നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേ സമയത്താണ് സിദ്ധുവിന് വേണ്ടി നമ്മുടെ സുമിത്ര ആ ത്യാഗത്തിന് ഒരുങ്ങുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സിദ്ധുവിന് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ നമ്മുടെ സുമിത്ര തയ്യാറാകുന്നു. അങ്ങനെ സുമിത്രയുടെ ഒരു ജീവിതത്തിൻ്റെ പാതിയായി വീണ്ടും നമ്മുടെ സിദ്ധു എത്തുന്നു. സിദ്ധുവിന് വേണ്ടി നമ്മുടെ സുമിത്ര ബ്ലഡ് കൊടുക്കാൻ ആദ്യമൊന്നും വിസമ്മതിച്ചെങ്കിലും ആ ഒരു അവസ്ഥയിൽ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നെ സുമിത്രയ്ക്ക് അറിയാമല്ലോ, പാവങ്ങളെ സഹായിക്കുന്ന ആ ഒരു അറിയാവുന്നത് കൊണ്ട് സുമിത്രതെ നമ്മുടെ സിദ്ധുവിനെ സഹായിക്കാൻ തന്നെ തയ്യാറായി. അങ്ങനെ സുമിത്ര അവിടെ ചെന്ന് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ സരസ്വതി അമ്മയും പൂജയും അതുപോലെ തന്നെ ശീതളും ഒക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. സമാധാനം എന്ന് പറയുന്നതില്ല, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. എത്രയൊക്കെ കിട്ടിയാലും സരസ്വതി അമ്മ പഠിക്കില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇപ്പോൾ മകനെ രക്ഷിക്കാൻ സുമിത്രയാണ് ബ്ലഡ് കൊടുത്തത് എന്ന് അറിയാമെങ്കിലും സുമിത്രയോടുള്ള കുശുമ്പും കുന്നായ്മയ്ക്കും സരസ്വതി അമ്മയ്ക്ക് ഒരു കുറവും വരത്തില്ല. അത് വേറൊരു യാഥാർത്ഥ്യം. അങ്ങനെ സരസ്വതി അമ്മയും പൂജയും ഒക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ശീതളും. ഈ സമയം പൂജ ഇവരെ എല്ലാവരെയും സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശീതളിൻ്റെ കാര്യം അനിരുദ്ധ് അറിഞ്ഞതല്ലോ. അപ്പോൾ അനിരുദ്ധിന് ശീതളിനെ കണ്ടേ പറ്റുള്ളൂ. ശീതളാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ അനിയജത്തിയെ കാണാനായിട്ട് ഇറങ്ങണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ അതേ പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ ഇതെല്ലാം അനന്യയോടൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് യാത്രയും പറഞ്ഞു പോവുക. അങ്ങനെ അവിടെ ചെന്ന് ശീതളിനെ കണ്ട് സംസാരിക്കാമെന്നുള്ളൊരിതിൽ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി സച്ചിനും അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ ആ ഫ്രണ്ടും കൂടി അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ സച്ചിൻ്റെ പിറകിൽ നിന്ന് ഇപ്പോൾ മാറുന്നില്ല. കാരണം ഇയാൾ ചെയ്തിട്ടാണ് സിദ്ധു ഇപ്പോൾ ഹോസ്പിറ്റലിലായതെന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ഈ സച്ചിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങണ കറക്റ്റ് സമയത്താണ് അനിരുദ്ധ ശീതളിനെ തേടി അവിടെ എത്തുന്നത്. ശീതളിനെ തേടി അനിരുദ്ധ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സച്ചിനെ കണ്ടതും ഞെട്ടലോടെ അനിരുദ്ധ ഇങ്ങനെ നോക്കുക. വർഷങ്ങൾക്ക് ശേഷമാണ് അളിയനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ടല്ലോ. അങ്ങനെ കയറി ചെന്നു സച്ചിൻ. അപ്പോൾ അനിരുദ്ധിനെ കണ്ടപ്പോഴത്തേക്കും സച്ചിനും ഒന്ന് ഞെട്ടി. പതുക്കെ ശീതളിന് ചോദിക്കാനും പറയാനും ആൾക്കാരായി വരുന്നു. ശീതളിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ആങ്ങളമാരും അമ്മയും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പഴയതുപോലെ ശീതളിൻ്റെ തൻ്റെ കൈകളിലിട്ട് അമ്മാനമാടാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായി നമ്മുടെ സച്ചിന്. അപ്പോൾ അനിരുദ്ധിനെ കണ്ടപ്പോഴും പേടിച്ചെങ്കിലും മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ സച്ചിൻ നിൽക്കുകയാണ്. അപ്പോൾ കയറി ചെന്നു. സച്ചിൻ എവിടെയെങ്കിലും പോവുകയാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ അനിരുദ്ധ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ നേരത്തെ അനിരുദ്ധേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര വിനയവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതേ സംസാരത്തിലും ആ ഒരു രീതിയിലൊക്കെ ഒരു മാറ്റം. അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ നോക്കി. ശീതൾ എവിടെയാണെന്ന് ചോദിച്ചു. ശീതളോ, എനിക്കറിയില്ല എന്ന് ഇവൻ പറഞ്ഞു. ഞാൻ ശീതളിനെ കാണാൻ വേണ്ടി വന്നതാ, ഞാൻ ശീതളിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് അനിരുദ്ധ് തറപ്പിച്ച് സച്ചിനോട് പറയാം. അപ്പോൾ സച്ചിൻ്റെ മൈൻഡും സച്ചിൻ്റെ സംസാര രീതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൃത്യമായി മനസ്സിലായി നമ്മുടെ അനിരുദ്ധന്. അന്നേരം എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതറി നിൽക്കുന്നതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശീതൾ എവിടെ സച്ചിൻ, എനിക്ക് ശീതളിനെ കാണണം, എനിക്ക് ശീതളിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. എവിടെ ശീതൾ, എവിടെ, അവളെ വിളിക്കാൻ പറഞ്ഞു.
അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക. എനിക്കറിയില്ല, ഒരു പുച്ഛൻ ചിരിയോടുകൂടി, എനിക്കറിയില്ല, ഞാനാരെ അന്വേഷിക്കാറില്ലെന്ന് പറഞ്ഞ് ഇവൻ ഒഴിവായി പോകാനായിട്ട് നോക്കുക. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ഈ അനിരുദ്ധിനെ ഒഴിവാക്കി അവിടെ നിന്ന് പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും പിടിച്ചങ്ങ് നിർത്തിയിട്ട്, നീ ശീതൾ എവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഈ വീട് നിൻ്റെയാണ്, നിൻ്റെ ഭാര്യയാണ് ശീതൾ. നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യ എവിടെയാണുള്ളതെന്ന് പറയാൻ നിനക്കെന്താ കഴിയാത്തതെന്ന് ചോദിച്ചു. എന്താ നിനക്കെന്താ ഒന്നും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുക. അപ്പോൾ എന്നോട് ചോദ്യമൊന്നും ചെയ്യേണ്ട, അവളിവിടെ ഇല്ല, അവൾ പുറത്തേക്ക് പോയതാണെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ഈ സച്ചിൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ പോവുക. അപ്പോൾ സച്ചിൻ ശീതളിനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു. അപ്പം അനിരുദ്ധ് ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയും പൂജയും അതുപോലെ ശീതളും അവിടെ ഇരിക്കുകയാണല്ലോ. ആ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സച്ചിൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ സച്ചിനാണ് സ്വന്തം മകൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് സരസ്വതി അമ്മ അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ കയറി ചെന്ന ഉടനെ സച്ചിനെ കണ്ടതും സച്ചിൻ വരുന്നു എന്ന് നമ്മുടെ ശീതൾ പറഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ഇവനെ ഒരു നോട്ടം അങ്ങ് നോക്കി. ഇവന് ഞാൻ ഓങ്ങിയിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ അങ്ങ് കയറി ചെന്നു. ശീതളെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, വാ പോകാം എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ എങ്ങോട്ടാടാ ശീതൾ വരേണ്ടതെന്ന് സരസ്വതി അമ്മ സച്ചിനോട് ചോദിക്കാം. നിന്നെയൊക്കെ കാണാൻ വന്ന എൻ്റെ മകനെ ഈ പരുവത്തിലാക്കിയിട്ട് നീ ആള് കളിക്കുന്നോടാ, നിന്നെ ഒന്ന് കാണണമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്, നിങ്ങളുടെ മകൻ ഇത് പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗ് അടിച്ചപ്പം തർക്കുത്തരം പറയുന്നോടാ, ഈ തരത്തിൽ സിദ്ധുവിനെ ആക്കിയിട്ട് നീയൊന്നും അറിഞ്ഞില്ലെന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഇവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം കൊടുത്തു. ഇവനൊട്ടും പ്രതീക്ഷിച്ചില്ല അടി. അപ്പോൾ എന്തായാലും സരസ്വതി അമ്മയുടെ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ വയലൻ്റായി. സച്ചിന് പിന്നെ ഭയങ്കര കലിപ്പായി. കണ്ടോടി, നിൻ്റെ അച്ഛമ്മേനെ തല്ലിയത് നീ കണ്ടോ? നീ എന്നിട്ടൊരു അക്ഷരം പോലും മിണ്ടിയോടി. നിൻ്റെ അച്ഛനെ വേണ്ടിയിട്ട് നീ അവിടെ കൂടെ ഘോരം പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. നീ എന്താടി ഈ തള്ള എന്നെ തല്ലിയിട്ടൊന്നും പറയാത്തത്? വാടി ഇങ്ങോട്ട്, ഇനി നീ ഇവരുടെ അടുത്ത് നിൽക്കേണ്ടെന്ന് പറയും. സച്ചിൻ എന്നെ വീട്, ഞാൻ വരുന്നില്ല, എനിക്ക് അച്ഛൻ്റെ വിവരം അറിയണം, അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ വരില്ല എന്ന് സച്ചിൻ തർപ്പിച്ചു പറഞ്ഞപ്പം, നിന്നോടല്ലേടി പറഞ്ഞത് എൻ്റെ കൂടെ വരാനായിട്ട്, ഇവരുടെ കൂടെ ഇവിടെ നിൽക്കേണ്ടെന്ന് നിന്നോട് ഞാനാ പറഞ്ഞത്, നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞു. അപ്പോൾ പൂജയും പറഞ്ഞു, ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ, ശീതളേച്ചിക്ക് ഇഷ്ടമില്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കുമല്ലെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീയാണോടി തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. വാടി ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് പീഡിച്ച് വലിച്ചഴിച്ച് ഇവരുടെ മുന്നിലൂടെ ശീതളിനെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ് ആശ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ധു ഇങ്ങനെ അകത്തും ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് വളരെ അത്യാഹിതമായ നിലയിൽ കിടക്കുകയാണ്. അങ്ങനെ സിദ്ധുവിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശീതളിനെ പിടിച്ചഴിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സച്ചിൻ്റെ മുന്നിലേക്ക് ബ്ലഡൊക്കെ കൊടുത്തിട്ട് നല്ല ഉഗ്രരൂപിണിയായിട്ട് സുമിത്ര വന്ന് നിൽക്കുന്നു. അങ്ങനെ സുമിത്ര വന്ന് ഇവനെ ദഹിപ്പിച്ച് കൊല്ലാൻ പാകത്തിന് വന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ സുമിത്രയെ കണ്ടപ്പോഴേക്കും ഇവനൊന്ന് പതറി. ഇവൻ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ കണ്ണിട്ട് വെട്ടിച്ചിട്ട് കള്ളനെ പോലെ നിന്ന് കാണിക്കുക. സുമിത്ര പറഞ്ഞു, വിടടാ, അവളുടെ കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞു. ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇവൾ എൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്, ഇവളുടെ കയ്യിൽ ഞാനാ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഭാര്യ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? അവളുടെ കൈവിടാനാ പറഞ്ഞത്. ബലമായി ശീതളിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിനക്കാവില്ല, അതിനിവിടെ ആരും നിന്നെ സമ്മതിക്കത്തുമില്ലെന്നുള്ള കാര്യം സുമിത്ര അങ്ങ് പറഞ്ഞു. സുമിത്ര അത് പറഞ്ഞപ്പോഴും ഇവൻ ഭയങ്കര അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ വിടില്ല, ഇതെൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു അഹങ്കാരത്തിൽ. നിന്നോട് കൈവിടാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര വീണ്ടും ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഈ സമയത്താണെങ്കിൽ ശീതളിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുക, ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അമ്മയെ തള്ളി പറഞ്ഞതിൻ്റെ ഒരു സങ്കടം, അച്ഛൻ ഈ ഒരു അവസ്ഥ പറ്റിയതിൻ്റെ സങ്കടം, പിന്നെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ എന്താ പറയുന്നത്, ഇവൻ വെറും ഇതാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു വിഷമം, അങ്ങനെ എല്ലാ വിഷമങ്ങളും കൂടി ശീതൾ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുക. അപ്പോൾ ഇനി ശീതളിൻ്റെ അനുവാദമില്ലാതെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിനക്കാവില്ല എന്ന് സരസ്വതി അമ്മയുടെയും പൂജയുടെയും അതുപോലെ ശീതളിൻ്റെയും മുന്നിൽ വെച്ച് സുമിത്ര സച്ചിനെ വെല്ലുവിളിക്കുക. അവൾ എൻ്റെ കൂടെ വരും, അവൾ എൻ്റെ കൂടെയേ വരൂ എന്നും പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്കും നമ്മുടെ സുമിത്ര ചോദിച്ചു, പോണോ മോളെ, ഇവൻ്റെ കൂടെ നിനക്ക് പോണോ അതോ നിനക്ക് ഇവിടെ നിൽക്കണോ, എന്താണ് നിൻ്റെ തീരുമാനം, അതെന്ത് തന്നെയായാലും നിനക്ക് ധൈര്യമായിട്ട് പറയാം എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ മകളോട് പറയുന്നു. അങ്ങനെ സുമിത്ര അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശീതളിന് എന്ത് തീരുമാനം എടുക്കണമെന്ന്
ഒരു നിമിഷത്തേക്ക് അറിയില്ല. അമ്മയ്ക്കൊപ്പം നിന്നാൽ അമ്മയ്ക്കൊപ്പം നിന്ന് പോകും, സച്ചിൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരിത്. സച്ചിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം അതീവ നരകമാകും എന്നുള്ളൊരിത്. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.